കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, തുറന്നു പറച്ചിലുകളൊക്കെ കേട്ടു. പല ആളുകൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. നടൻ നിവിൻ പോളിക്കെതിരായ കേസും നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. അതിനെതിരെ ഒരുപക്ഷെ ഇങ്ങനെ പരാതികളൊക്കെ ഉയർന്ന സമയത്ത് അതിനെതിരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മറുപടി പറഞ്ഞ് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി നിവിൻ പോളിയാണ്. ഇപ്പോൾ ഈ നടൻ നിവിൻ പോളിക്കെതിരായ പീഡന ആരോപണത്തിൽ ചില സംശയങ്ങൾ ഉയരുകയാണ്. ഡിസംബർ 15 ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. എന്നാൽ ഇതേ ദിവസം നിവിൻ കൊച്ചിയിലെ ഹോട്ടലിൽ താമസിച്ചതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഡിസംബർ 14, 15 ദിവസങ്ങളിൽ കൊച്ചിയിലെ ഹോട്ടലിൽ താമസിച്ചതിന്റെ ബില്ലാണ് പുറത്തു വന്നിരിക്കുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വളരെ എളുപ്പമാണ്. ദുബായിൽ ആ സമയത്ത് പോയിട്ടുണ്ടോ എന്ന് പാസ്പോർട്ടിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അല്ലെങ്കിൽ ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അതിന്റെ രേഖകൾ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ എന്താണ് അരുൺ? നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ പീഡന പരാതികൾ ഉൾപ്പെടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെയും തൊടുപുഴ സ്വദേശി ഒരു പീഡന പരാതി ഉന്നയിച്ചത്. ദുബായിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. എന്നാൽ ഈ പരാതി വ്യാജമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് 2023 ഡിസംബർ 15 ഈ ബലാത്സംഗം നടന്നു എന്നുള്ളതാണ്. എന്നാൽ അന്ന് നിവിൻ പോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഹോട്ടൽ ബില്ല് പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2023 ഡിസംബർ 14-15 തീയതികളിൽ നിവിൻ പോളി കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ താമസിച്ചതിൻ്റെ ബില്ലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 14-ാം തീയതി 2 മണിക്ക് എത്തുന്നു. 15-ാം തീയതി വൈകിട്ട് 4:30 ചെക്കൗട്ട് ചെയ്യുന്നു. ആ തരത്തിലാണ് ഈ ബില്ലിൽ സമയം കാണിച്ചിരിക്കുന്നത്. അതായത് ഈ കൃത്യം നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി ദുബായിലല്ല, കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഹോട്ടൽ ബില്ല്. അപ്പോൾ എന്തുകൊണ്ട് ഈ പരാതി ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി ഇക്കാര്യത്തിൽ എന്താണ് ആ പരാതി ഉന്നയിച്ച വ്യക്തിക്ക് പറയാനുള്ളതും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും പോലീസ് ഈ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക. വളരെ പ്രാഥമികമായിട്ടുള്ളൊരു തെളിവ് തന്നെയാണിത്. ഈ തെളിവ് ഈ അന്വേഷണത്തിൽ നിർണായകമാകും എന്നുള്ളതാണ് നമ്മൾ കരുതപ്പെടുന്നത്. നേരത്തെ അരുൺ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും മുകേഷിനും ഇടവേള ബാബുവിനും ഒക്കെ നൽകിയ ജാമ്യ ഹർജി, മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ഏത് സമയം വേണമെങ്കിലും അതിന് വിധി വരും. പക്ഷേ ഒരു തരത്തിൽ മുൻകൂർ ജാമ്യത്തിന് പോലും പരിശ്രമിക്കാതെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സധൈര്യമെന്ന് പറഞ്ഞു ആദ്യം നിവിൻ. അത് കഴിഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ DGPക്ക് പരാതി നൽകുകയാണ് ചെയ്തത്. അതായത് തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് വ്യാജ വാർത്തയാണ്, അങ്ങനെ ആർക്കുമെതിരെ എന്തും പറയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് ഇതിന്റെ എല്ലാ വശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് നിവിൻ ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നത്. അരുൺ, തീർച്ചയായിട്ടും നമുക്കറിയാം, നിവിൻ പോളിക്കെതിരെ വൈകിട്ട് പോലീസ് കേസെടുക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ ഇക്കാര്യത്തിൽ തൻ്റെ ഭാഗം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിക്കുകയാണ് നിവിൻ പോളി ചെയ്തത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഏതറ്റം വരെ വേണമെങ്കിലും താൻ പോകും എന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസിൽ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. നിവിൻ പോളി മാത്രമാണ് ഇത്തരത്തിൽ ആരോപണം നേരിട്ട ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ച്. മറ്റുള്ള എല്ലാവരും മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അത് ഓരോ ആൾക്കാരുടെയും തീരുമാനമാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇക്കാര്യത്തിൽ തൻ്റെ ഭാഗം വിശദീകരിക്കണമോ അതോ നിയമപരമായിട്ട് മാത്രം നീങ്ങിയാൽ മതിയോ എന്നുള്ളത് ഓരോ ആരോപണ വിധേയരുടെയും തീരുമാനമാണ്, വ്യക്തിപരമായ തീരുമാനം. പക്ഷേ നിവിൻ പോളി സ്വീകരിച്ച നിലപാട് ഇക്കാര്യത്തിൽ തൻ്റെ ഭാഗം പൊതുജനങ്ങൾക്ക് മുന്നിൽ പറയണം. കാരണം ഒരു നിമിഷം പോലും ഈ ആരോപണത്തിൻ്റെ പേരിൽ താൻ കളങ്കത്തിനാകാൻ പാടില്ല. ഈ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ, തുറന്ന് തൻ്റെ ഭാഗം വിശദീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും സംശയങ്ങൾക്കും ഇടയാക്കും. അതുകൊണ്ടാണ് നിവിൻ പോളി ഇക്കാര്യത്തിലൊരു വിശദീകരണത്തിന് തയ്യാറായത്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസിനെ സമീപിക്കുമെന്ന് പറഞ്ഞ് അത് പോലീസിലേക്ക് അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തെളിവ് പുറത്തു വരുന്നത്. അതായത് പരാതി ഉന്നയിച്ച ദിവസം, അതായത് ഈ കൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി വിദേശത്തല്ല, കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ ഹോട്ടൽ ബില്ല് എന്ന് പറയുന്നത്. നിവിൻ പോളിയുടെ പേരിലാണ് ഈ ഹോട്ടൽ ബില്ല്. ഡിസംബർ
14-ാം തീയതി 2:30 വരുന്നു. 15-ാം തീയതി അടുത്ത ദിവസം 15-ാം തീയതി 4:30-ക്കാണ് വെക്കേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ കൃത്യം നടന്നു എന്ന് പരാതിയിൽ പറയുന്ന സമയത്ത് നിവിൻ പോളി കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും അടുത്ത ഘട്ടം പരിശോധിക്കേണ്ടത് നിവിൻ പോളി ആ സമയത്ത് ദുബായിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചാൽ മതിയാകും. അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ ശാസ്ത്രീയമായ തെളിവുകൾ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ നിവിൻ പോളിക്ക് ഇത്തരം രേഖകൾ കൂടെ കഴിയും. അത് പോലീസിന് മുന്നിൽ എത്തിയിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. DGP നൽകിയ പരാതിയിൽ ഈ രേഖ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തൻ്റെ ഭാഗം തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്നാണ് നിവിൻ പോളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തൻ്റെ പക്കലുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ പോലീസിന് മുന്നിൽ ഹാജരാക്കും. അങ്ങനെയാണ് നമ്മളുടെ കയ്യിലേക്കും ഈ തെളിവ് എത്തിയത്. ശരി.